മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് വ്ളോഗാണ്. അപ്പോൾ നാട്ടിലൊക്കെ പോയി വന്നതിന് ശേഷം എടുക്കുന്ന ഫസ്റ്റത്തെ വ്ളോഗുമാണ്, ഫസ്റ്റത്തെ ട്രിപ്പുമാണ്. അപ്പോൾ ആ ഒരു സമയത്തെടുത്ത വീഡിയോ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യണേ കേട്ടോ. സ്പേസൊക്കെ ഇങ്ങനെ കൂടി വന്ന സമയത്താണ് കളയാന്ന് വെച്ച് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ കണ്ണിൽ പറഞ്ഞത്. അപ്പോൾ എന്തായാലും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പം നമ്മളിപ്പോൾ പോണത് റാസ് മാഡ്രക്ക എന്ന് പറയുന്നൊരു ബീച്ചിലേക്കാണ്. ഇതിന് മുന്നും പോയിട്ടുണ്ട്. ഉച്ച ടൈമൊക്കെ ആയപ്പോൾ ബോറടിച്ചിരുന്നപ്പോഴാണ് കരുതിയത് എന്നാൽ വെറുതെ ഒന്ന് പോയിട്ട് വരാമെന്ന്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 1 മണിക്കൂറോളം ട്രാവലുണ്ട്. ഒരു 80-85 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ഇങ്ങോട്ട്. റോഡൊക്കെ വളരെ ശാന്തമായിട്ട് കിടക്കുകയാണ്. ഒരു മനുഷ്യ കുഞ്ഞു പോലുമില്ല. ഇടയ്ക്ക് 1-2 ഒട്ടകത്തിനെ കാണാമെന്നല്ലാതെ വേറെ ഒരു പരിപാടിയില്ല റോഡിൽ. അതിൻ്റെ പേരിൽ അധികം വീഡിയോസൊന്നും എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. എത്താൻ കണ്ടാണ് നമ്മൾ വീഡിയോസൊക്കെ എടുത്തു തുടങ്ങിയത്. കാര്യം പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ലാത്ത കാരണം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വീഡിയോസ് എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട്. ഈ ഒരു കാണുന്നതാണ് റാസ് മാഡ്രക്ക സിറ്റി എന്ന് പറയുന്നത്. ഇവിടെ അത്ര വലിയ സിറ്റിയോ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ താമസിക്കുന്ന ദുഃഖം എന്ന് പറയുന്നത് ഒരു ചെറിയ സിറ്റിയാണ്. അതിലും ചെറിയ സിറ്റിയാണ് റാസ് മാഡ്രക്ക എന്ന് പറയുന്നത്. ഇവിടെ കൂടുതലായിട്ട് ഫിഷിംഗ് ആണ് ഉള്ളത്. അപ്പോൾ ഫിഷിങ്ങിനോട് സംബന്ധിച്ചുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത് കേട്ടോ. വലിയ കുറേ ആൾക്കാരോ കുറേ കടകളോ അങ്ങനെ ഒന്നുമില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ്. ഇപ്പോൾ ടൂറിസത്തിനെ ആകർഷിക്കാനായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഇവർ ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ദുഃഖത്തുള്ളതിനേക്കാളും സെറ്റപ്പൊക്കെ ആട്ടോ ഇവിടെ വന്നേക്കണത്. ഈ 2-3 പാർക്കൊക്കെ ഉണ്ട്. പാർക്കിൽ തന്നെ കുറേ കഫേയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു വ്യൂ തന്നെയാണ് അവർ സെറ്റാക്കിയേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പോണത് ഒരു ഫിഷിംഗ് ഏരിയ ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളും ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. കുറച്ച് ഉള്ളിലോട്ട് പോയിട്ട് മലകൾക്കിടയിലൂടെയൊക്കെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്താട്ടോ. മെയിനായിട്ട് അവിടെ ഫിഷിംഗ് കാണാം, ആ ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ കാണാമെന്ന് വെച്ചിട്ടാണ് പോണത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കാണാം. അപ്പോൾ ഈ കാണുന്നതാട്ടോ ഫിഷിംഗ് ഏരിയ. ഒരുപാട് ബോട്ടുകൾ, കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾ കിടക്കുന്നുണ്ടായിരുന്നു. മീൻ പിടിക്കാൻ പോണതൊക്കെ കടലിൽ ഇതിലേറെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വരുന്നതും പോണതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല, ജസ്റ്റ് ഇവിടെ നിന്നിട്ട് തന്നെ വീഡിയോസ് എടുത്തിട്ട് തിരിച്ച് പോന്ന്. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത പോണ ഈ ഒരു സ്ഥലമാണ് പാർക്ക്. ഇവിടുത്തെ പാർക്കാട്ടോ. അപ്പോൾ ഈ ഒരു കടലിനോട് ചേർന്ന് തന്നെ കിടക്കണ ഒരു വലിയൊരു പാർക്കാണ് ഇത്. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇത് ഇപ്പോഴാണ് തോന്നുന്നു ഓപ്പൺ ആയിരിക്കണത്. അപ്പോൾ ഈ പാർക്കിനോട് ചേർന്ന് തന്നെ ഒരുപാട് കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പാർട്ടി പോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ വലിയ വലിയ കഫകളാട്ടോ. അപ്പോൾ കഫേയുടെ മേലിരുന്ന് കഴിഞ്ഞാലും അടിപൊളി വ്യൂ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഞങ്ങൾ വെച്ച് ഇവിടെ ആരുമില്ല. കാരണം ഏകദേശം ഒരു എന്താ പറയുക സൺസെറ്റിൻ്റെ സമയമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. 4:30 ആ ഒരു സമയം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കാറ്റുള്ള കാരണം നമുക്ക് അങ്ങോട്ട് ചൂടങ്ങോട്ട് അറിയണില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ആയിരുന്നപ്പോൾ 2-3 ഫാമിലീസൊക്കെ ഉണ്ടാകുന്നുണ്ടോ. അവനെനിക്ക് തോന്നുന്നു നേരത്തെ വന്നിട്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കണ ആ ഒരു ഇതാണ് കണ്ടത്. നല്ല രസമാണ് ഇങ്ങനത്തെ ഈ കഫേയുടെ ഒക്കെ അടി. ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. എല്ലാം പണി കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി ഇട്ടേക്കാണ്. ഒന്നും ഓപ്പണിംഗ് അല്ല. അപ്പോൾ അത് ഈ കാണുന്ന ഒരു ഏരിയയിലാണ് അവരിങ്ങനെ കിടക്കുന്നുണ്ടാകും കേട്ടോ, അപ്പുറത്തെ സൈഡിൽ മാറിയിട്ടൊക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ബീച്ച്. നല്ല വെയിലായ കാരണം ഇറങ്ങണോ വേണ്ടിയെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഇവിടെയൊക്കെ നടന്ന്, അവിടെ പണിക്കാരൊക്കെ ഉണ്ട്, ഗാർഡൻ പോലെയൊക്കെ സെറ്റ് ചെയ്യണതൊക്കെ ചെയ്യാൻ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നടന്ന് കണ്ടതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാം. ബീച്ചിലേക്ക് ഇറങ്ങി കാല് നനയ്ക്കണ പരിപാടി പോലും ഞങ്ങൾക്കില്ല കേട്ടോ. കാല് നനയ്ക്കണ പരിപാടി ഒട്ടുമില്ല ഞങ്ങൾക്ക്. നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കടലിലോട്ട് ഇറങ്ങില്ല, എല്ലാം കണ്ട് ആസ്വദിക്കുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ബീച്ചിലേക്ക് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം തിരിച്ചു പോരാം. അതുവരെ നമുക്ക് മേലത്തെ കാഴ്ചകളൊക്കെ കാണാമെന്ന് കരുതി. അപ്പോൾ അയാൻ ഇവിടെ ഓടി നടന്നിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടിട്ടാണ് ഞങ്ങളുടെ പിന്നാലെ നടന്നിട്ട്. അവന് ഈ ചൂടായ കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കാറ്റ്, ഈ പൊടിക്കാറ്റ് പോലെയാണ്, മുഖത്തേക്ക് പൊടിയൊക്കെ വരുമ്പോൾ അതിൻ്റേതായൊരു ഇറിറ്റേഷനൊക്കെ ഉണ്ടാകുന്നു കേട്ടോ. അപ്പോൾ ഫൈനലി ഞങ്ങളിത് ആ താഴത്തോട്ട് ഇറങ്ങിയേക്കാണ് കടൽ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ വലിയ തിരകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ശരിക്കും കാണാനും ഒരുപാട് പേര് അതിൻ്റെ ആ കാണുന്ന ഒരു മല പോലെ കണ്ടോ, ആ കല്ലിൻ്റെയൊക്കെ മേലെ കയറിയിട്ടൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിട്ടോ. നമുക്ക് അത്രയ്ക്ക് വലിയ ധൈര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ അവിടെ കയറിയിട്ടൊന്നും ഫോട്ടോസ് എടുത്തില്ല. താഴെ നിന്നിട്ട് തന്നെ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.
പിന്നെ അവിടെ നിൽക്കണ കൂട്ടത്തിലാട്ടോ ഈ ഒരു കിളീനൊക്കെ ഉണ്ടായി. 2-3 കിളി ഉണ്ടായി, എല്ലാം പറന്നു പോയി. ഇത് മാത്രമായി തിര വരുമ്പോൾ തിരയിൽ പെടാതെ കറക്റ്റ് ഇങ്ങനെ ഓടി പോകുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് അത് പറന്നു പോയിട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് കയറി പിന്നെ നമ്മൾ കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് ഇതേപോലത്തെ 2 എണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് കളിക്കാനായിട്ട്. ഒന്ന് ഇവിടെയും തൊട്ടപ്പുറത്തായിട്ട് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആരും ഇല്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങളെല്ലാവരും കയറി ഉണ്ടായിരുന്നു. ഇതിനകത്ത് അമൃതേട്ടൻ കയറി ലാസ്റ്റ് തല കറങ്ങിയിട്ട് നിൽപ്പായിരുന്നു കേട്ടോ, എന്നെങ്ങാൻ പറ്റാണ്ട്. ഞാൻ പറഞ്ഞതാണ് കയറണ്ടെന്ന്. അയാന് പിന്നെ ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര പേടി കൂടുതലാണ്. ഇതെന്നല്ല, അവന് ഓൾമോസ്റ്റ് എല്ലാതും പേടിയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉള്ള ആ ഇഴുകണ സാധനത്തിൽ കയറാതെ പണ്ടാണ് അയാൾ നിൽക്കണത്. മേലേ മേലേ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു മേലേ മേലേ മാനം നീളെ മഞ്ഞിൻ കൂടാരം. വേനൽ കിനാവിൻ്റെ ചെപ്പിൽ വീണുമയങ്ങ. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. ദുഃഖം തന്നെയാണിത്, എത്താറായിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ കാണുന്ന ഒരു വ്യൂ ആട്ടോ. അതായത് ഇവിടുത്തെ ബീച്ചിലേക്ക് പോണ ഒരു വ്യൂ ആണിത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നേരം ഒന്നും വൈകാത്ത കാരണം ഒന്നും കൂടി കറങ്ങിയിട്ട്, ഇവിടുത്തെ ബീച്ചിലൊന്നും പോണില്ല, ഒന്ന് കറങ്ങിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോയത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലിട്ട് പിന്നെ കാണാം. ബൈ.